നമസ്കാരം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നല്ല തീപ്പൊരി നേതാവാണെന്ന് ഇന്നലെ ലോകസഭയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗം ഇന്ത്യൻ ജനത മുഴുവൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി സഭയിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ആഞ്ഞടിച്ചത്. അദ്ദേഹം ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് ഇന്ന് BJP RSS സംഘപരിവാരങ്ങൾ അതൊരായുധമാക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ സഭയിൽ നടത്തിയ പ്രസംഗത്തിലെ പല ഭാഗങ്ങളും സഭയിലെ രേഖകളിൽ നിന്ന് മാറ്റി സ്വയം തോൽവി സമ്മതിച്ച് BJP മുട്ടുകുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോദി സർക്കാർ വല്ലാതെ പേടിച്ചു പോയൊരു പ്രസംഗമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി അവിടെ നടത്തിയത്. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഹിന്ദുക്കൾ മുഴുവൻ അക്രമകാരികളാണ്, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, വിദ്വേഷം പരത്തുന്നവരാണ് എന്നാണോ രാഹുൽ ഗാന്ധി പറഞ്ഞത്? അങ്ങനെയല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് പരത്തി ഇപ്പോൾ BJPയിലെ പല കൃമികീടങ്ങളും കൊടിയ വിഷം തുപ്പുന്ന പല പാമ്പുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സീനിയർ നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ ഈ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള കോടാനുകോടി ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അബദ്ധജടിലവും അവിവേകപൂർണവും പ്രകോപനപരവുമായ ഒരു പ്രസ്താവനയാണ് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയത്. ഈ നാട്ടിലെ ഹിന്ദുക്കൾ അക്രമകാരികളാണെന്നും അഹിംസയിൽ വിശ്വാസമില്ലാത്തവരാണെന്നും പ്രകോപനം മനഃപൂർവ്വം ഉണ്ടാക്കുന്നവരാണെന്നുമുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ പാർലമെന്റിൽ വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതികരണമല്ല ഇത്. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ മനഃപൂർവ്വം ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു പ്രകോപനമാണ് ഇന്നലെ കണ്ടത്. ഹിന്ദു സമൂഹത്തെ ആകെ അപമാനിച്ചും ആക്ഷേപിച്ചും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. കേട്ടല്ലോ, BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഹിന്ദുക്കളെ എത്ര വേഗമാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി K. സുരേന്ദ്രൻ ശ്രമം നടത്തുന്നത്. ഇത് തന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി സഭയിലും പറഞ്ഞത്. ഇന്നലെ സഭയിൽ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഹിന്ദുക്കൾ മുഴുവൻ അക്രമകാരികളാണ്, ഹിംസയിലും വിദ്വേഷത്തിലുമൊക്കെ ഏർപ്പെടുന്നവരാണെന്നാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല, സ്വയം ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്നവർ, അതായത് ഹിന്ദു വോട്ടിന് വേണ്ടി സ്വയം ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലർ, അതായത് സംഘപരിവാരങ്ങൾ RSS BJP, അവരെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നടക്കുന്നവർ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, വിദ്വേഷത്തിലും ഹിംസയിലും ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് BJPക്കെതിരെയാണ്, RSSനെതിരെയാണ്, സംഘപരിവാരത്തിനെതിരെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിവിടെ വളച്ചൊടിക്കുകയാണ്. സത്യം അയാൾ സഭയിൽ വിളിച്ചു പറയുമ്പോൾ, പ്രതിപക്ഷ നേതാവ് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുമ്പോൾ പേടിച്ച് നിക്കറിൽ മുള്ളി എന്ന് പറഞ്ഞാൽ മതി. അമ്മാതിരി നിക്കറിൽ മുള്ളിയ ഒരു പാർട്ടി ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനെ പേടിച്ച് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ വളച്ചൊടിച്ച് വാർത്താ സമ്മേളനം നടത്തി ഹിന്ദുക്കളെ ഇളക്കി വിടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. BJPക്കാരൊക്കെ എന്താണ് വിചാരിച്ചത്? നിങ്ങൾ പറയുന്ന ഇമാതിരി നുണകളൊക്കെ വിശ്വസിച്ച് ഞാനടങ്ങുന്ന ഹിന്ദുക്കൾ നാളെ കോലും പിടിച്ചങ്ങ് ഇറങ്ങുമെന്നോ? നിങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും വളരെ കറക്റ്റാണ്. ഹിന്ദുക്കളുടെ അട്ടിപ്പേറാവകാശം ഈ സംഘപരിവാരങ്ങൾക്കും RSSനും BJPക്കും ആരാണ് എഴുതി കൊടുത്തത്? ഞങ്ങളാണ് ഹിന്ദുക്കൾ, ഞങ്ങളാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇറങ്ങി ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്താൻ, ഹിന്ദുക്കളുടെ ഒരു വില കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൊടിയ വിഷമാണ് നിങ്ങൾ സത്യത്തിൽ എന്ന് പറയാതെ വയ്യ. നിങ്ങളുടെ ലക്ഷ്യം ഹിന്ദു വോട്ടുകളാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമല്ല. അയോധ്യയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ പുകിലുകളൊക്കെ ഞങ്ങൾ കണ്ടതാണല്ലോ. അയോധ്യയിൽ രാമക്ഷേത്രം വന്നു, പ്രാണപ്രതിഷ്ഠ നടത്തി, കുറെ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി കുറെ നാടകം കളിച്ചിട്ട് എന്ത് സംഭവിച്ചു? അയോധ്യയിലെ ജനങ്ങൾ നിങ്ങളെ ഇഞ്ഞാണ വരപ്പിച്ചില്ലേ, പൊട്ടിച്ചു വിട്ടില്ലേ? ഇപ്പൊ രാമക്ഷേത്രം ചോരുകയാണ്. ഒന്നും മിണ്ടാനില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഇന്ന് സഭയിൽ അദ്ദേഹം ചെന്നപ്പോൾ എന്താണ് കാണുന്നത്? അദ്ദേഹം ഇന്നലെ സഭയിൽ പറഞ്ഞ അതിഗംഭീരമായ വാക്കുകൾ, അതിശക്തമായ വാക്കുകൾ
സഭയുടെ രേഖയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അംബാനിയെയും അദാനിയെയും കുറിച്ച് പറഞ്ഞത് നീക്കം ചെയ്തിരിക്കുന്നു. അതായത് പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, അവരെ പറ്റി പറഞ്ഞത് നീക്കം ചെയ്തിരിക്കുന്നു. നീറ്റ് പരീക്ഷ സമ്പന്നർക്കുള്ളത് മാത്രമാണ്, പാവപ്പെട്ടവർക്ക് പഠിച്ച് വരുന്നവർക്കുള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നീക്കം ചെയ്തിരിക്കുന്നു. അദ്ദേഹം സത്യമല്ലേ പറഞ്ഞത്? നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം ആ വിഷയം അവിടെ ഉന്നയിച്ചത് അവർക്ക് പൊള്ളി, അത് മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഹിന്ദുവിനെ പറ്റി പറഞ്ഞ വിഷയം അത് മാറ്റിയിരിക്കുന്നു. അതായത് RSS BJP സംഘപരിവാരങ്ങളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. അഗ്നിവീർ പദ്ധതി അത് സൈന്യത്തിന്റെ പദ്ധതിയല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് നീക്കം ചെയ്തിരിക്കുന്നു. അങ്ങനെ പേടിച്ച് മൊത്തത്തിൽ അട്ടപടലം പേടിച്ച ഒരു നരേന്ദ്രമോദിയെയും സർക്കാരിനെയുമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അതിശക്തമായാൽ തീ ആയിട്ടുണ്ടെങ്കിൽ ഏത് ഏകാധിപതിയെയും മുട്ടുകുത്തിക്കാമെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഞടിച്ചു എന്നൊന്നും പറയാതെ വയ്യ. ഇതിനിടയിൽ ഇടപെട്ട ഓം ബിർളയോട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? സ്പീക്കറോട് അദ്ദേഹം പറഞ്ഞത്, സ്പീക്കർ സാറേ, അങ്ങയെ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയത് ഞാനും പ്രധാനമന്ത്രിയും കൂടിയാണ്. അങ്ങക്ക് ഞാൻ കൈ തന്നപ്പോൾ അങ്ങ് നിവർന്നു നിന്ന് എനിക്ക് കൈ തന്നു, മറിച്ച് പ്രധാനമന്ത്രിക്ക് കൈ കൊടുത്തപ്പോൾ അങ്ങ് കുനിഞ്ഞു നിന്നാണ് കൈ കൊടുത്തത്. വിധേയത്വമാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ഞാൻ അങ്ങനെ കൈ കൊടുക്കാൻ കാരണമായത് അദ്ദേഹത്തെ പ്രായത്തെ മാനിച്ചുകൊണ്ടാണെന്ന്. പിന്നെയും നിരവധി പല ചോദ്യങ്ങളും പല രീതിയിലുള്ള ഡിലോഗുകളും നമ്മുടെ രാഹുൽ ഗാന്ധി പറയാൻ തുടങ്ങിയപ്പോൾ ഓം ബിർളയ്ക്ക് ശബ്ദം ഇല്ലാതായി. അദ്ദേഹം നിശബ്ദതയുടെ കുപ്പായമണിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി അങ്ങ് പൂണ്ടു വിളയാടുന്ന കാഴ്ച. നമ്മുടെ നാട്ടിലെ കർഷകരെ രാജ്യദ്രോഹിയാക്കി, തീവ്രവാദികളാക്കി, ചാപ്പ കുത്തുന്നവർക്കെതിരെ ഇടിവെട്ട് പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇന്ത്യൻ ജനത പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അദ്ദേഹം ഓരോന്നായി എണ്ണി എണ്ണി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷം, 4 മടങ്ങ് അധികം ഭൂരിപക്ഷം നേടിയാണ് അവിടെ രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ പൊളിറ്റിക്സ്, രാഷ്ട്രീയം ഈ നാട്ടിലെ ജനം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യ മുന്നണിയുടെ ശബ്ദം, ഇന്ത്യ മുന്നണി എന്ത് രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത് ആ രാഷ്ട്രീയം ഇവിടുത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒന്നാം മോദി സർക്കാർ ചെയ്തതുപോലെ ഇനി തോന്നുമ്പോൾ ചാടി കയറി വന്ന് ഒരു പാതിരാത്രി കയറി വന്ന് നോട്ട് നിരോധനം നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കർഷക ബില്ല് നടപ്പിലാക്കാൻ പോവുകയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിശക്തമായ പ്രതിപക്ഷം അതിവിടെ ഉണ്ട്, സഭയിലുണ്ട് എന്ന് നല്ല രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. മിക്കവാറും നരേന്ദ്രമോദി തന്നെ ആലോചിച്ച് കാണും, ഈശ്വര പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണോ എന്ന്. പ്രതിപക്ഷത്തിന്റെ ചൂടറിയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് ആവശ്യമാണ്. കാരണം ഇതുപോലൊരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഒരു തോന്നിവാസവും ഇനി സഭയിൽ നടക്കില്ല. എന്തൊക്കെ രീതിയിലുള്ള വേട്ടയാടലുകളാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ കഴിയും ഈ പ്രതിപക്ഷത്തിന് എന്ന് മാത്രമല്ല, ഇതുവരെ നമ്മുടെ കേരളത്തിനോട് കാണിച്ച അവഗണനകളൊക്കെ നമുക്കറിയാമല്ലോ. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ. ആ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി ഇതുപോലെ തന്നെ കേരളത്തിന് വേണ്ടി നിലയുറച്ച് നിൽക്കും എന്ന് വിശ്വസിക്കുന്നു. നിൽക്കണം. കാരണം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി എല്ലാ പിന്തുണയും നൽകി നരേന്ദ്രമോദി സർക്കാരിനെ ഊണിലും ഉറക്കത്തിലും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പിണറായി വിജയന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി രാഷ്ട്രീയം മറന്ന് ഈ കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇതുപോലെ തീയായി നിൽക്കണം. കാരണം അത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി സഭയിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാകും മിക്കവാറും ചെല്ലുക. കാരണം രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദി സത്യത്തിൽ പേടിച്ച് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന രീതിയിലുള്ള ഒരു മുഖഭാവമാണ് അയാളിൽ, ആ പ്രധാനമന്ത്രി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ സഭയിലേക്ക് വരുന്നത് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ജനങ്ങളുടെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം നന്നായി പഠിച്ചിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ എല്ലാ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെയും ഒക്കെ ശബ്ദമായി രാഹുൽ ഗാന്ധി മാറുകയാണ്, പ്രതിപക്ഷ നേതാവ് മാറുകയാണ്. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്കും മുകളിൽ എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പടപൊരുതുമ്പോൾ നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ വിയർത്ത് മുട്ടുമടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.